ആകാശവാണി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. സർഗാത്മക സമൂഹത്തിന്റെ ചലനാത്മകത ആഗോളതലത്തിൽ ഉയർത്തിക്കാട്ടിയ പ്രഥമ വേവ്സ് ഉച്ചകോടിക്ക് മുംബൈയിൽ സമാപനം. 4 ദിവസങ്ങളിലായി മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ലോക ശ്രവ്യ ദൃശ്യ വിനോദ ഉച്ചകോടി 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെയും നിക്ഷേപകർ, ഉള്ളടക്ക സൃഷ്ടാക്കൾ തുടങ്ങിയവരുടെയും സർഗാത്മക സംഗമത്തിന് സാക്ഷിയായി. ഈ മാസം 1 മുതൽ 4 വരെ നടന്ന പ്രഥമ വേവ്സ് ഉച്ചകോടി സർഗപ്രതിഭകളുടെയും സൃഷ്ടികർത്താക്കളുടെയും നിറഞ്ഞ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. വേവ്സ് ഇന്ത്യയുടെ സർഗാത്മക വൈദഗ്ധ്യത്തെ ആഗോള വേദിയിൽ ഉയർത്തിക്കാട്ടുകയാണെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി, വേവ്സ് എന്നത് വെറും ഒരു ചുരുക്കപ്പേർ മാത്രമല്ലെന്നും സർഗാത്മകതയുടെയും സാർവത്രിക വിനിമയക്ഷമതയുടെയും തരംഗമാണെന്നും അഭിപ്രായപ്പെട്ടു. साथियों, आज यहाँ मुंबई में 100 से अधिक देशों के आर्टिस्ट, इनोवेटर्स, इन्वेस्टर्स और पॉलिसी मेकर्स एक साथ एक ही छत के नीचे एकत्र आए हैं. एक तरह से आज यहाँ ग्लोबल टैलेंट और ग्लोबल क्रिएटिविटी के एक ग्लोबल इकोसिस्टम की नींव रखी जा रही है. वर्ल्ड ऑडियो विजुअल एंड एंटरटेनमेंट समिट यानी वेव्स, ये सिर्फ एक्रोनिम नहीं है, ये वाकई एक वेव है. कल्चर की, क्रिएटिविटी की, यूनिवर्सल कनेक्ट की. और इस वेव पर सवार हैं फिल्में, म्यूजिक, गेमिंग, एनिमेशन, स्टोरी टेलिंग, क्रिएटिविटी का अथाह संसार. वेव एक ऐसा ग्लोबल प्लेटफॉर्म है जो आप जैसे हर आर्टिस्ट, हर क्रिएटर का है. സിനിമകൾ, സംഗീതം, ഗെയിമിംഗ്, ആനിമേഷൻ, കഥാഖ്യാനം എന്നിവയുടെ വിപുലമായ വേദിയാണ് വേവ്സ് ഉച്ചകോടി ലോകത്തിന് മുന്നിൽ തുറന്നിട്ടത്. മാധ്യമ വിനോദ മേഖലകൾക്ക് പുതിയൊരു വഴിത്തിരിവാണ് വേവ്സ് ഉച്ചകോടിയെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മാധ്യമ വിനോദ ലോകത്ത് ഇന്ത്യയ്ക്ക് ആഗോള നേതൃത്വം ഏറ്റെടുക്കാൻ കഴിയുമെന്നും അതിനുള്ള ശേഷി രാജ്യത്തിനുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. वेव्स के माध्यम से और माननीय प्रधानमंत्री श्री नरेंद्र मोदी जी ने बहुत आगे का सोच के हमारे नौजवानों को हमारे इस बदलते युग में एंटरटेनमेंट और मीडिया की जो दुनिया है, टेक्नोलॉजी जिस तरह से आ रही है इसमें, उस सब को ध्यान में रखते हुए वेव्स का एक बहुत ही बड़ा कॉन्सेप्ट देखा. हम सब जानते हैं कि वर्ल्ड इकोनॉमिक फोरम भी कभी एक बहुत छोटे से तरीके से स्टार्ट हुई थी, तो आज वर्ल्ड ऑडियो विजुअल एंटरटेनमेंट समिट एक अच्छी शुरुआत हुई है, जिससे कि मीडिया और एंटरटेनमेंट के पूरे जगत में एक ये बड़ा बेंचमार्क बनेगा. दुनिया भर से इंटरेस्ट है. 10,000-ലധികം പ്രതിനിധികൾ, 1000-ലധികം സ്രഷ്ടാക്കൾ, 300-ലധികം കമ്പനികൾ, 350-ലധികം സ്റ്റാർട്ടപ്പുകൾ എന്നിവ ഉച്ചകോടിയുടെ ഭാഗമായി. 42 പ്ലീനറി സെഷനുകൾ, 39 ബ്രേക്ക്ഔട്ട് സെഷനുകൾ, സിനിമകൾ, ഹ്രസ്വചിത്രങ്ങൾ, ആനിമേഷൻ ചിത്രങ്ങൾ, ഡിജിറ്റൽ മാധ്യമം, വിവിധ മേഖലകളിലായി 32ഓളം മാസ്റ്റർ ക്ലാസുകൾ എന്നിവയും ഉച്ചകോടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. പ്രഥമ ആഗോള മാധ്യമ സംവാദത്തിൽ 60-ലധികം രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു. ബോളിവുഡ് താരം അക്ഷയ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന സംവാദ പരിപാടിയിൽ ഹേമമാലിനി, മിഥുൻ ചക്രവർത്തി, രജനീകാന്ത്, മോഹൻലാൽ, ചിരഞ്ജീവി തുടങ്ങിയവർ പങ്കെടുത്തു. മലയാള സിനിമയിൽ കലാമൂല്യമുള്ള സിനിമകളും വിനോദമൂല്യമുള്ള സിനിമകളും തമ്മിൽ കാര്യമായ അന്തരമില്ലെന്നും കഥാഖ്യാനമാണ് പ്രേക്ഷകരെ സ്പർശിക്കുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു. First of all, thank you very much for calling Malayalam cinema the Bhautika Atma. We are blessed with the great actors, directors, and from the very beginning, Malayalam cinema doesn't have that kind of, it's a thin line. It's a art house and commercial success, but it's closely knitted. It's a very well balanced. I had the chance of working with great directors. That time they called as an art films, but even the art film has got entertainment values.
And even the entertainment, so-called entertainers, they have art in it. So in Malayalam film, the content-wise, we are very rich. There were art films and commercial films in Malayalam long back. Now, the content-wise, the new directors, it's full of art. It's a piece of art, which I cannot call a film as a bad film. It's a beautiful piece of art. So you cannot compare, especially in Malayalam art. There's a thin line. So it's still a debate. I cannot give you the proper answer. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വേവ്സ് ഉച്ചകോടി എന്ന ആശയം ഏറെ അതിശയിപ്പിക്കുന്നതായും മാധ്യമ വിനോദ വ്യവസായത്തിന് ഇത് കൂടുതൽ ഉത്തേജനം നൽകുമെന്നും അഭിനേത്രി ഹേമമാലിനി പറഞ്ഞു. I'm feeling really wonderful. It's a very beautiful initiative by our Prime Minister Narendra Modi ji. He always wanted this to happen. So it is going to be very beneficial for the entertainment industry, films, art and culture. So everybody will be benefited in this. So I'm glad to be part of it and to be part of this program also with you. മറ്റൊരു പരിപാടിയിൽ ഇൻസൈഡർ ഔട്ട്സൈഡർ എന്ന സങ്കല്പത്തെ സംബന്ധിച്ച് സ്വന്തം ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് പ്രമുഖ അഭിനേതാവും നിർമ്മാതാവുമായ ഷാരൂഖ് ഖാൻ സംവദിച്ചു. I also have a problem about distinction of this insider and outsider. I think it is not important where you come from. It is not important कि आप किस जगह से आए हो और इस वर्ल्ड में बसना चाहते हो. Actually what is important is आप इस वर्ल्ड में या जो भी वर्ल्ड आप चूज करो, बिजनेस है, फिल्म्स है, पॉलिटिक्स है, आप उसमें अपनी जगह कैसे बनाना चाहते हो. So you have to find space in that sphere by pushing it and working hard, finding out how this world works and then give your best to it. And जब मैं यहाँ पर आया था, I never thought I cannot be part of this world because I'm an outsider. I believed यही मेरी दुनिया है. And to be honest, everybody in the film industry from day one embraced me with open arms, like a new sun landing on Marine Drive. So I felt like ये दुनिया मेरी है, ये जगह मेरी है, because I believed this is the world I want to belong to. വേവ്സ് ഉച്ചകോടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ക്രിയേറ്റർ ഇൻ ചാലഞ്ച് പരിപാടിയിൽ ആനിമേഷൻ, ഗെയിംസ്, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ വിജയിച്ച 32 പ്രതിഭകളെ ആദരിച്ചു. ആനിമേഷൻ വിഭാഗത്തിൽ കേരളത്തിൽ നിന്നുള്ള അച്ചപ്പം എന്ന ഫിലിം സമ്മാനാർഹമായി. ചിത്രം തയ്യാറാക്കിയ അനിക രാജേഷ്. നമസ്കാരം, ഞാൻ അനിക രാജേഷ്, പാലക്കാട് നിന്നാണ്. ഞാനൊരു ഫൈനൽ ഇയർ ബി ഡിസൈൻ ആനിമേഷൻ ആൻഡ് മോഷൻ ഗ്രാഫിക്സ് സ്റ്റുഡൻ്റ് ആണ്. UIDയിലാണ് പഠിക്കുന്നത്. ഞാൻ 2025 വേവ് സമ്മിറ്റിൽ ആനിമേഷൻ ഫിൽം മേക്കേഴ്സ് കോമ്പറ്റീഷനിൽ എൻ്റെ പ്രൊജക്റ്റ് അച്ചപ്പം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫൈനൽ റൗണ്ടിൽ എനിക്ക് ആനിമേഷൻ കാറ്റഗറീൻ്റെ അടിയിൽ ബ്രോൺസ് ആണ് കിട്ടിയത് എൻ്റെ ഫിലിം അച്ചപ്പത്തിന് വേണ്ടി. ഒരു മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വേവ് സമ്മിറ്റിൽ വന്നിട്ട് കുറേ ഇൻഡസ്ട്രി എക്സ്പേർട്സ്, പ്രൊഫഷണൽ ആർട്ടിസ്റ്റ്, ആനിമേറ്റേഴ്സ്, ഫിൽം മേക്കേഴ്സിനെയൊക്കെ കാണാൻ പറ്റി, അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി, കുറേ പഠിക്കാൻ കിട്ടി അവരുടെ നിന്ന്. അപ്പോൾ ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വേവ്സ് ഉച്ചകോടിയിൽ നേരിട്ട് പങ്കെടുക്കാൻ അവസരം ലഭിച്ച തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലൂം എക്സാർ എന്ന കമ്പനി പ്രതിനിധി സാവിയോ മാനിസ. ഞങ്ങൾ ഈ ഇടയ്ക്ക് എക്സാർ ക്രിയേറ്റർ ഹാക്കത്തോൺ എന്നൊരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ AR and VR ഹാക്കത്തോൺ ആണിത്. ഇതിൽ 2000-ലധികം പാർട്ടിസിപ്പൻസ് ഉണ്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ. ഇതിന്റെ ഫൈനൽസിൽ ജയിച്ച 5 ടീമിന്റെ ഒരു ഭാഗമാണ് ലൂം എക്സാർ. നമ്മൾ ജയിച്ചത് ഇമ്മേഴ്സീവ് ടൂറിസം എന്ന കാറ്റഗറിയിലാണ്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഇമ്മേഴ്സീവ് ടൂറിസ്റ്റ് ഗൈഡ് എന്നുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഈ ഒരാൾക്ക് ഒരു VR ഹെഡ്സെറ്റ് വെച്ചിട്ട് മിക്സഡ് റിയാലിറ്റിയിലൂടെ ഒരു ഡെസ്റ്റിനേഷനെ പറ്റി കൂടുതൽ സാധനങ്ങൾ അറിയാൻ പാകമാകുന്ന ഒരു എക്സ്പീരിയൻസ് ആണിത്. അപ്പോൾ ഞങ്ങൾ ഈ ഹാക്കത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഇവന്റിൽ നിന്ന് കിട്ടിയ ഒരുപാട് ഐഡിയാസ് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയും. അതായത് ഒരു ഹെഡ്സെറ്റ് ഇത് വെച്ചിട്ട് ഇത് കാണുമ്പോൾ അയാൾക്ക് ഒരു ഡെസ്റ്റിനേഷനെ പറ്റിയുള്ള സവിശേഷതകളും അതിൻ്റെ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും എല്ലാം ഇതിലൂടെ കാണാൻ കഴിയും. അതായത് അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ആ ഏരിയനെ പറ്റിയുള്ളൊരു അവയർനെസ് ഇതുവഴി കിട്ടാൻ കഴിയും. ഇങ്ങനെ ഒരു ടെക്നോളജി നമ്മുടെ ടൂറിസം ഇൻഡസ്ട്രിക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആയിരിക്കും. ഈ ഹാക്കത്തോൺ ജയിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കും എൻ്റെ ടീംമേറ്റ്സിനും. ആനിമേഷൻ ഫിലിം മേക്കേഴ്സ് മത്സരത്തിൽ കാസർഗോഡ് പീലിക്കോട് സ്വദേശിയായ നന്ദൻ തയ്യാറാക്കിയ ഡ്രീം ബലൂൺ എന്ന പ്രോജക്റ്റ് മാറ്റുരച്ചു. ആകാശപ്പന്ത് എന്ന പേരിൽ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ പദ്ധതി
വേവ്സ് ഉച്ചകോടിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനിക്കുന്നതായി നന്ദൻ പറഞ്ഞു. അനിമേഷൻ ഫിലിം മേക്കേഴ്സ് കോമ്പറ്റീഷന്റെ ഭാഗമായി എനിക്ക് ഒരുപാട് മാസ്റ്റർ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ സാധിച്ചു. എൻ്റെ ദ ഡ്രീം ബലൂൺ എന്ന ഫീച്ചർ ഫിലിം പ്രോജക്റ്റ് ഒരുപാട് നിർമ്മാതാക്കളുടെയും ഇൻവെസ്റ്റേഴ്സിന്റെയും മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് OTT പ്ലാറ്റ്ഫോമുകളുടെ സിഇഒമാരും അങ്ങനെ ഒരുപാട് പല മേഖലകളിൽ പ്രശസ്തരായിട്ടുള്ള ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു എന്റർടൈൻമെന്റ് സമ്മിറ്റായി വേവ്സ് മാറിയിരിക്കുകയാണ്. എൻ്റെ ഈ പ്രോജക്റ്റ് മുമ്പ് തന്നെ പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. ദ ഡ്രീം ബലൂൺ എന്ന പേരിൽ ഇംഗ്ലീഷിലും ആകാശപ്പന്ത് എന്ന പേരിൽ മലയാളത്തിലും. ഇപ്പോൾ ആ കഥ പുസ്തകത്തെയും കടന്ന് ഒരു അനിമേഷൻ ഫീച്ചർ ഫിലിമിൽ എത്തിയിരിക്കുകയാണ്. അതിന്റെ അനിമേഷൻ ഫീച്ചർ ഫിലിമിലേക്കുള്ള യാത്രയിൽ ഒരു പ്രധാനപ്പെട്ട പടവായിരിക്കും ഈ വേവ്സ് സമ്മിറ്റ് എന്ന് കരുതുന്നു. ഇന്ത്യയിലെ ചലച്ചിത്ര പ്രവർത്തകർ ഇനി മുതൽ സിനിമ എടുക്കാൻ പോകുന്നത് ലോകത്തിനു വേണ്ടിയാണ്. സിനിമ മാത്രമല്ല, മറ്റെല്ലാ മാധ്യമങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ലോകത്തിലെ തന്നെ കോണ്ടന്റ് ക്രിയേഷന്റെ ഒരു വലിയ കേന്ദ്രമായി ഇന്ത്യ മാറുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയെല്ലാമുള്ള മാറ്റങ്ങൾക്കുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണ് ഈ വേവ്സ് സമ്മിറ്റ്. ഇത്രയും വലിയ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നതിന് ഭാരത് സർക്കാരിനും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിനും എന്റെ നന്ദി അറിയിക്കുന്നു. കമ്മ്യൂണിറ്റി കണ്ടന്റ് ചാലഞ്ചിന്റെ ഭാഗമായുള്ള ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാൻ തൃശൂർ ആസ്ഥാനമായുള്ള ഹലോ റേഡിയോയ്ക്ക് അവസരം ലഭിച്ചു. വേവ്സ് ഉച്ചകോടിയിൽ നിന്ന് ലഭിച്ച ഊർജം വിലമതിക്കാനാവാത്തതാണെന്ന് ഹലോ റേഡിയോ ഡയറക്ടറായ സൂരജ് രാജ് പറയുന്നു. വേവ്സ് ഉച്ചകോടിക്ക് ഔപചാരികമായി തിരശ്ശീല വീണെങ്കിലും നവീന ആശയ സാക്ഷാത്കാരത്തിന്റെ വിശ്വപ്രഭവ കേന്ദ്രമായി അലയൊലികൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയം. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ ഉച്ചകോടിക്ക് യാതൊരു ബാലാരിഷ്ടതകളുമില്ലാതെ ആതിഥ്യമരുളി വിജയകരമാക്കി തീർത്ത ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. ഒപ്പം നന്ദിയും അറിയിക്കുന്നു. ഞാൻ ഉൾപ്പെടെ വേവ്സിൽ പങ്കെടുത്തു മടങ്ങിയവരുടെ തിഴ ഒടുങ്ങാത്ത അനുഭവങ്ങൾ തന്നെയാണ് ഏറ്റവും മികച്ച സാക്ഷ്യപത്രം. വേവ്സ് കമ്മ്യൂണിറ്റി കണ്ടന്റ് ചാലഞ്ചിന്റെ ഭാഗമായി ഫൈനലിസ്റ്റായാണ് തൃശ്ശൂരിൽ നിന്നുള്ള സാമൂഹിക റേഡിയോ ആയ ഹലോ റേഡിയോയെ പ്രതിനിധീകരിച്ച് വേവ്സിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. മുഖ്യവേദിയായ മുംബൈ ബാന്ദ്ര കുർള കോംപ്ലക്സിൽ സ്ഥിതി ചെയ്യുന്ന ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലേക്കുള്ള വീതിക്ക് ഇരുവശത്തും കമാനങ്ങളും LED ബോർഡുകളുമായി പ്രചരണത്തിന്റെ ബഹുമുഖ വേലിയേറ്റമാണ് ഞങ്ങളെ ഇവിടെ വരവേറ്റത്. വേവ്സിന്റെ ചലിക്കുന്ന സന്ദേശവാഹകരായി പിക്ക് ആൻഡ് ഡ്രോപ്പ് ബസ്സുകൾ ഇടതടവില്ലാതെ സർവീസ് നടത്തിയിരുന്നു. രാജ്യാതിർത്തികൾ മായ്ച്ചു കളഞ്ഞ് വേവ്സിൽ പങ്കെടുക്കാനെത്തിയ സ്വദേശ വിദേശ രാജ്യപ്രതിനിധികൾ കോട്ടും സ്യൂട്ടും മാത്രമല്ല പരമ്പരാഗത വേഷവിധാനങ്ങൾ അണിഞ്ഞെത്തിയ നാനാജാതി നാനാവർണ്ണ നാനാ ഭാഷാ പ്രതിനിധികൾ ഏവരും ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ ബഹുസ്വരതയുടെ അനുഭവ കേന്ദ്രമായിരുന്നു ഈ ഉച്ചകോടി. വേവ്സ് ഉച്ചകോടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പ്രഥമ വേവ്സ് ബസാർ സർഗാത്മക വ്യവസായവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സഹകരണത്തിനുള്ള സുപ്രധാന വേദിയായി. ചലച്ചിത്രം, സംഗീതം, റേഡിയോ, VFX, ആനിമേഷൻ മേഖലകളിലായി 1000 കോടിയിൽ പരം രൂപയുടെ ബിസിനസ് ഇടപാടുകൾ നടന്നു. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ തത്സമയ വിനോദ വ്യവസായത്തെക്കുറിച്ചുള്ള ധവളപത്രം ഉച്ചകോടിയിൽ പുറത്തിറക്കി. ശ്രവ്യ ദൃശ്യ വിനോദ മാധ്യമ രംഗത്ത് രാജ്യത്തെ ആഗോള നേതൃനിരയിലേക്ക് ഉയർത്താൻ ഉതകുന്ന ആഹ്വാനവുമായാണ് വേവ്സ് 2025 ഉച്ചകോടിക്ക് കൊടിയിറങ്ങിയത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.